ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് SP ശ്രീ ടി.കെ. രാജ്മോഹൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ടി.കെ. രാജ്മോഹൻ, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് പാലത്തായിയിൽ ഇപ്പോൾ നീണ്ട 5 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വിധി വരുന്നത്. ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് ഒരു നീണ്ട ഒരു ഗ്യാപ്പ് തന്നെയായിരുന്നു. അതിനിടയിൽ പല പ്രശ്നങ്ങളും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടൊക്കെ വന്നിരുന്നതാണ്. ആദ്യ സമയങ്ങളിലൊക്കെ കുറ്റപത്രം സമർപ്പിച്ചപ്പോഴും വെറും ബാലപീഡനം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാത്രമൊക്കെ കടന്ന് ഇത്തരം ഈ ഒരു ആരോപണമൊക്കെ വെറുതെയാണ് എന്നുള്ള കാര്യങ്ങൾ വരെ എത്തിയിരുന്നു. ഇപ്പോൾ നീണ്ട നാളിന് ശേഷം അല്ലെങ്കിൽ നീണ്ട ഒരു ഫൈറ്റിന് ശേഷം ഇപ്പോൾ വിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു അന്വേഷണത്തിന്റെ ഒരു നാൾ വഴികൾ? ഈ കേസിലത്തെ ഏതായാലും ബഹുമാനപ്പെട്ട കോടതി ഒരു ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ഈ കോടതിയിലും നിയമവ്യവസ്ഥയിലും വളരെ വളരെ അംഗീകാരം കൊടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ തൽക്കാലം എന്തായാലും അയാളുടെ ജഡ്ജിമെന്റ് അയാൾക്കെതിരായിട്ട് ജീവപര്യന്തം പണിഷ്മെന്റ്, ജീവപര്യന്തം തടവ് പണിഷ് ചെയ്തിരിക്കുകയാണ്. 1 ലക്ഷം രൂപ പിഴയും. അപ്പൊ ഒരു പോക്സോ കേസിൽ ഒരു സിവിയർ ആയിട്ടുള്ളൊരു പോക്സോ കേസിൽ ഈ പണിഷ്മെന്റ് വളരെ വളരെ റെയറാണ്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ജീവപര്യന്തം, ജീവിതകാലം വരെ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ വെരി സീരിയസ് തിങ് ആയിട്ടാണ് കോടതി കാണുന്നത്. നമ്മൾ കോടതി വിധി അംഗീകരിച്ചേ പറ്റൂ. അതാണ് പ്രസന്റ് പൊസിഷൻ. പിന്നെ ഈ കേസിനെ കുറിച്ച് പറയാച്ചാൽ ഒരുപാട് കോൺട്രവേഴ്സിയിലും ഒരുപാട് അന്വേഷണത്തിലും അന്വേഷണ ഏജൻസിയെ മാറ്റലും പിന്നെ അന്വേഷണം വീണ്ടും നടത്തലും പിന്നെ ലേഡി IPS ഓഫീസേഴ്സ് അന്വേഷണം നടത്തുകയും അവരൊരു കണ്ടെത്തൽ നടത്തുകയും അതിനുശേഷം പിന്നെ തൃപ്തിയല്ലാതെ വീണ്ടും അന്വേഷണം നടത്തിയ അവസാനം ബാലപീഡനത്തിന് ചാർജ് ഷീറ്റ് കൊടുത്ത് പിന്നെ ഫർദറായ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്തു. ആ റീഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അതിൽ ഒരുപാട് പരാതികൾ അക്യൂസ്ഡിന്റെ ആൾക്കാർക്കുണ്ട്, പ്രോസിക്യൂഷനെയും വേറെ പല പരാതികളുണ്ട്. അങ്ങനെ ഫുൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ 5 വർഷക്കാലം വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ പോയത്. കാരണം കുറെ ഓഫീസർമാർ പറഞ്ഞില്ല എന്ന്, ഒരു പീഡനവും നടന്നിട്ടില്ല, ഈ പെൺകുട്ടിയെ ഇതിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിറ്റ്നസ് ആണെന്ന് പറയുന്നു. ചില ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ഈ കുട്ടിയെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എല്ലാം കൂടി ആയിട്ട് അത് ഒരു അന്വേഷണ ഏജൻസിക്ക് എവിടെയാണ് വീഴ്ച പറ്റിയെന്നോ അല്ല അന്വേഷണ ഏജൻസി ശരിയാണെന്നോ ഒന്നും നമുക്ക് പുറത്തുനിന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പം കോടതി അതൊക്കെ പരിശോധിച്ചിട്ടാണ് ഇപ്പം ഈ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് തൽക്കാലം ജഡ്ജ്മെന്റ് അംഗീകരിക്കുക, അതിനുശേഷം മേൽക്കോടതിയിലേക്ക് ഇവർക്ക് പോകാം. അങ്ങനെ ഒരു ലീഗൽ ഫൈറ്റ് എന്തായാലും നടക്കും. കാരണം ലീഗൽ ഫൈറ്റിന് സ്കോപ്പുള്ളൊരു കേസാണ്. ഇപ്പം നമ്മളൊക്കെ മനസ്സിലാക്കിയ അവസ്ഥക്ക് അതിൽ ലീഗൽ ഫൈറ്റിന് സ്കോപ്പുള്ളൊരു കേസാണ്. തീർച്ചയായിട്ടും അതിലൊരുപാട് അപാകതകളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ബേസിക് ആയിട്ട് ആ കേസ് ആകെ പിടിച്ചു നിൽക്കുന്നത് ഈ വിക്ടിമിന്റെ മൊഴി കൊണ്ട് മാത്രമാണ്. കാരണം വിക്ടിം വളരെ സ്ട്രോങ് ആയിട്ട് ഇയാൾക്കെതിരായിട്ട് മൊഴി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിക്ടിം പല സമയത്തും പല സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവസാനം കോടതി മുമ്പാകെ വന്ന് ഈ വിക്ടിം പറഞ്ഞ എല്ലാ തെളിവുകളും കോടതി ഈ പ്രഥമ ദൃഷ്ട്യാ എടുത്തിട്ടാണ് ഈ കൺവിക്ഷൻ നടത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും വരുന്ന ആളുകളിൽ ഇനിയും ഈ കേസിൽ ഒരു ലീഗൽ ഫൈറ്റ് ബിറ്റ്വീൻ അക്യൂസ്ഡ് ആൻഡ് പ്രോസിക്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അത് വരുന്ന ആളുകളിൽ കാണാം നമുക്ക് എന്താണ് അതിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന് പറയുന്നത്. കാരണം ഇനി അടുത്തത് ഹൈക്കോടതിയിലാണ് പോകാൻ പറ്റും. അപ്പൊ ഇനി ഹൈക്കോടതി അപ്പീൽ പോവോ, അതിൽ ഹൈക്കോടതി എന്താണ് പറയുന്നത് എന്നൊക്കെ നമുക്ക് കണ്ട് ഭാവിയിൽ മനസ്സിലാക്കാം. പക്ഷെ അറ്റ് പ്രസന്റ് നമ്മൾ എല്ലാവരും ഈ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ആ കോടതിയുടെ ശിക്ഷ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.